പോകുന്നത് ഇടുക്കിയിലേക്കാണ്. ഇടുക്കിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഹാട്രിക് മത്സരം നടക്കുകയാണ്. ജോയ്സ് ജോർജും അതോടൊപ്പം തന്നെ ഡീൻ കുര്യാക്കോസും തമ്മിൽ ഏത് തരത്തിലാണ് മൂന്നാം തവണയാണ് ഇവർ രണ്ടുപേരും മത്സരത്തിന് ഇറങ്ങുന്നത് എന്നുള്ളത്. 2014 കണക്ക് 2019 ഡീൻ കുര്യാക്കോസ് വീട്ടിയപ്പോൾ 2024 എന്ത് സംഭവിക്കുമെന്ന് ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നു. BDJSന്റെ NDA സ്ഥാനാർത്ഥി BDJSന്റെ സംഗീത വിശ്വനാഥനാണ് ഇടുക്കിയിലെ സ്ഥാനാർത്ഥിയായിട്ട്. 3 സ്ഥാനാർത്ഥികളും ആ രീതിയിലാണ്. നമുക്ക് ഏത് തരത്തിലാണ് നോക്കുമ്പോൾ തോട്ടമേഖലയിലുള്ള വിഷയങ്ങളുണ്ട്, കാർഷിക മേഖലയിലുള്ള വിഷയങ്ങളുണ്ട്. അതൊക്കെ വളരെ പ്രധാനമായിട്ട് നിൽക്കുന്ന മണ്ഡലം കൂടിയാണ് ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം. എങ്ങനെയാണ് ശ്രീജിത്ത്, പ്രധാനമായിട്ടും ചർച്ചയാകുന്നതും കർഷക വിഷയങ്ങൾ തന്നെ ആകുമോ എന്നുള്ളൊരു ചോദ്യം ഒരു വശത്ത് നിൽക്കുന്നു. ഒപ്പം ഈ മത്സരത്തിന്റെ പ്രത്യേകത, ഈ ഹാട്രിക് പോരാട്ടം അതും പ്രവചനാതീതമായ ഒന്നായി തന്നെ ഡീൻ ജോയ്സ് പോരാട്ടം നിൽക്കുന്ന ഒരു സാഹചര്യം. BDJSനെ സംബന്ധിച്ചോളം വലിയ സ്വാധീനമുണ്ട് എന്ന് പറയാവുന്ന ഒരു മണ്ഡലം അല്ല ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം. അതും 2014 തൊട്ട് 2024 എത്തുമ്പോൾ ഈ മൂന്നാം തവണയുള്ള പോരാട്ടത്തിൽ ആർക്കൊപ്പം ഇടുക്കി നിൽക്കും എന്നുള്ള ഒരു ചോദ്യം, അതും പ്രവചനാതീതമായിട്ട് ഇടുക്കിയെയും മാറ്റുകയാണോ? തീർച്ചയായും അത്രത്തോളം പ്രവചനാതീതമാണ് ഇടുക്കി എന്ന് പറയാൻ കഴിയില്ല. എന്തായാലും ഓരോ ക്യാമ്പും ആത്മവിശ്വാസത്തിലാണ്. പ്രത്യേകിച്ച് UDFന് വലിയ ആത്മവിശ്വാസമുണ്ട്. കാരണം അവിടെ ഇടുക്കിയുടെ ജനകീയമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ മലയോര കർഷകരുടെ പ്രശ്നമുണ്ട്, വന്യജീവി പ്രശ്നമുണ്ട്. ഈ രണ്ട് പ്രശ്നത്തിലും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും വേണ്ട നിലയിൽ ഇടപെട്ടിട്ടില്ല. അതുകൊണ്ട് തങ്ങൾക്കത് വോട്ടായി മാറുമെന്ന് അവർ കരുതുകയാണ്. മാത്രമല്ല, ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ വലിയ പിന്തുണയോടുകൂടിയാണ് ജോയ്സ് ജോർജ് ജയിച്ചത് മുൻപ്. ആ ഒരു പിന്തുണ ഇത്തവണ ജോയ്സ് ജോർജിനില്ല എന്നും UDF ക്യാമ്പ് വിലയിരുത്തുകയാണ്. മാത്രവുമല്ല, മണ്ഡലത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അതായത് ഇടുക്കിയിൽ അങ്ങനെ ഓടിയെത്തുക എളുപ്പമല്ല. അത്ര വലിയൊരു മണ്ഡലമാണ്, ഹൈറേഞ്ച് ഇഷ്ടം പോലെയുള്ള മണ്ഡലമാണ്. പക്ഷേ പെട്ടിമുടി ദുരന്തം ഒക്കെ ഉള്ളപ്പോൾ ക്യാമ്പ് ചെയ്തുകൊണ്ട് അവിടെ പ്രവർത്തിച്ച ആളാണ് ഡീൻ കുര്യാക്കോസ്. അവിടുത്തെ സാധാരണക്കാരുമായി അത്രയധികം ബന്ധമുണ്ട് എന്ന് അവർ കരുതുകയാണ്. ആ നിലയിൽ UDF വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ആ മണ്ഡലത്തിലുള്ളത്. പൊതുവെ ഒരു UDF മണ്ഡലം എന്ന് പറയാമെങ്കിലും ചിലപ്പോഴെങ്കിലും അത് നിറം മാറി ചുവപ്പിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. എന്തായാലും കർഷകരുടെ നീറുന്ന പ്രശ്നങ്ങൾ, വന്യജീവി പ്രശ്നം അടക്കമുള്ള കുടിയേറ്റ ജനതയുടെ പ്രശ്നങ്ങളൊക്കെയാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി നിൽക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. അത് ഏത് തരത്തിൽ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുമെന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ടത്. തീർച്ചയായും ജോയ്സ് ജോർജിന് അവിടെ ആഴത്തിൽ വേരുകളുള്ള ഒരു നേതാവ് തന്നെയാണ്. പല വോട്ടുകളും മറിച്ച് തനിക്കൊപ്പം എത്തിക്കാൻ കഴിവുള്ള നേതാവാണ് ജോയ്സ് ജോർജ് എന്ന് നമ്മൾ നേരത്തെ കാണുകയും ചെയ്തതാണ്. ജോയ്സ് ഒപ്പം തന്നെ ഇടതുപക്ഷം ഏതാണ്ട് ആ മേഖലയിലാകെ നിയമസഭാ മണ്ഡലങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നതൊക്കെ വലിയ ആത്മവിശ്വാസമായി അവർ മുന്നിൽ കാണുകയും ചെയ്യുന്നുണ്ട്. തൊട്ടിപ്പുറത്ത് BDJSും വലിയ പ്രതീക്ഷയാണ്. കാരണം SNDP യൂണിയന്റെ ഏറ്റവും ശക്തമായ പ്രവർത്തനം നടക്കുന്ന ഒരു മണ്ഡലമാണ് ഇടുക്കി ഹൈറേഞ്ച് യൂണിയൻ. അവിടെ തങ്ങളുടെ വോട്ടുകൾ, SNDP വോട്ടുകൾ പിടിക്കാം എന്ന് ഉള്ള പ്രതീക്ഷയിലാണ് അവിടെ ആ ക്യാമ്പ് ഉള്ളത്. പക്ഷേ സംഗീത വിശ്വനാഥൻ നേരത്തെ ഈ സർക്കാരിന്റെ നവോത്ഥാന സദസ്സിലൊക്കെ പങ്കെടുത്ത ആളാണ്. അതുകൊണ്ട് BJP വോട്ടുകളിലടക്കം ചോരുമെന്നുള്ള പ്രതീക്ഷയൊക്കെ ഇപ്പുറത്ത് UDFനും LDFനും ഉണ്ട്. എന്നാൽ പക്ഷേ അവരത് വിശദീകരിക്കുന്നത് താൻ അന്ന് SNDPയുടെ ഭാഗമായി, SNDP വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെ നവോത്ഥാന സമിതിയിൽ പ്രവർത്തിച്ച ആളാണ്. ആ സമയത്താണ് അത് പങ്കെടുത്തത്. അല്ലാതെ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമല്ല, താനൊരു വിശ്വാസിയാണ് എന്നൊക്കെയുള്ള വിശദീകരണവുമായിട്ടാണ് അവർ രംഗത്ത് വന്നത്. അങ്ങനെ ഇടുക്കിയുടെ രാഷ്ട്രീയം ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും നിശബ്ദമായി പ്രചരണം നടക്കുന്ന, വലിയ വിവാദങ്ങളൊന്നുമില്ലാതെ പ്രചരണം നടക്കുന്ന ഒരു മണ്ഡലമാണ് ഇടുക്കി. കുറച്ച് നിശബ്ദമാണ്. അതുകൊണ്ട് തന്നെ അവസാനം വരെ ഒരു പരിധിവരെ കാത്തിരിക്കേണ്ടി വരും. അപർണ, തീർച്ചയായിട്ടും ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ ഏകദേശം 5 ലക്ഷം വോട്ടിനടുത്താണ് ഡീൻ കുര്യാക്കോസ് നേടിയത്. അപ്പോൾ ജോയ്സ് ജോർജ് 2ാം സ്ഥാനത്തേക്ക് ഒതുങ്ങേണ്ടി വന്നു. 78,000 വോട്ടുകളുടെ അടുത്ത് BDJSന്റെ സ്ഥാനാർത്ഥി നേടുകയും ചെയ്തിട്ടുണ്ട്. അത്ര പ്രവചനാതീതമല്ലാത്ത മത്സരം നടക്കുമ്പോൾ UDF ക്യാമ്പിന് ചെറിയ മുൻതൂക്കം എന്നുള്ളൊരു പൾസുകൾ വരുമ്പോൾ പോലും മത്സരം കടുത്തതായിരിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത്. ഏതായാലും